മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒന്നിച്ച് നിൽക്കുന്ന ഫോട്ടോ ഫേസ്ബുക്കിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഇതിനെതിരായിട്ട് ചേവായൂർ പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മുഖേനയാണ് ഈ ഒരു ചിത്രം ഉണ്ടാക്കിയതെന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗമായ N. സുബ്രഹ്മണ്യമാണ് തൻ്റെ ഫേസ്ബുക്കിൽ ഈ ഫോട്ടോ ഇട്ടത്. ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മുഖേന ഇവർ രണ്ടുപേരും അടുത്ത് നിൽക്കുന്നതും ക്ലോസപ്പായിട്ടും സംസാരിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്ന ഫോട്ടോ. അതിനൊരു ക്യാപ്ഷൻ കൂടി ആ സുബ്രഹ്മണ്യം ഇടുകയും ചെയ്തു. എന്താണ് മുഖ്യമന്ത്രിയും ഇയാളുടെ ഇത്ര അടുത്ത് നിന്ന് പോറ്റിയുമായിട്ട് അടുത്ത് നിന്ന് രഹസ്യം പറയാൻ? അതിലെ ബന്ധം എന്താണെന്നുള്ള ധ്വനി ഒരു ബാഡ് ഇൻറ്റൻഷനോട് കൂടി ഇട്ടിരിക്കുന്നു. ഇതിനെ സംബന്ധിക്കുന്ന ഒരു കേസാണ് ഇപ്പം ചേവായൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. UDF LDF ഒരു സംഘർഷത്തിന് ഇടയുണ്ടാക്കുന്ന സാധ്യതയുള്ള ഒരു വകുപ്പാണ് BNS 192. കാരണം രണ്ട് വിഭാഗം ആൾക്കാർ തമ്മിൽ ഇതുപോലെയുള്ള വാർത്തകൾ പ്രചരിപ്പിച്ച് പരസ്പരം അട്ടഹാസം മുഴുക്കുകയും അവരെ ചീത്ത വിളിക്കുകയും അടിയുണ്ടാക്കുകയൊക്കെ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് BNS 192. ഇങ്ങനെ ശത്രുത പരത്തി ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാക്കുന്നതിനെതിരായി അങ്ങനെയുള്ളവർക്കെതിരായി എടുക്കുന്ന നടപടിയാണ് BNS 192 പറഞ്ഞിരിക്കുന്നത്. 1 വർഷം വരെയുള്ള ശിക്ഷ, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ സംഘർഷം ഉണ്ടായാൽ 1 വർഷം വരെയുള്ള ശിക്ഷ ലഭിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടായില്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്താൽ 6 മാസം വരെയുള്ള ശിക്ഷ ലഭിക്കും, ഫൈനാകാം. അതുകൊണ്ട് ഈ സംഭവം നടത്തിയ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇതിട്ട KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം സുബ്രഹ്മണ്യത്തിനെതിരായിട്ടാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൂടാതെ പോലീസ് ആക്ടിൻ്റെ 120 കൂടെ ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്, ഒരു പബ്ലിക് ന്യൂയിസൻസ്. ഏതായാലും രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമുള്ള പോസ്റ്റുകൾ വഹിക്കുന്നവരെ ഇതുപോലെയുള്ള പോസ്റ്റുകളൊന്നും ഇടരുത്. കാരണം അഭിപ്രായ വ്യത്യാസം രാഷ്ട്രീയപരമായിട്ടുണ്ടെങ്കിലും സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിക്കെതിരെ ഇതുപോലെയുള്ള ഫാബ്രിക്കേറ്റഡ് ആയ എവിഡൻസ് ഉണ്ടാക്കി അങ്ങനെയുള്ള ഫോട്ടോകൾ പ്രസിദ്ധീകരിക്കുന്നത് തീർച്ചയായിട്ടും നിയമപരമായ നടപടി എടുത്തേ പറ്റുള്ളൂ. രാഷ്ട്രീയപരമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ശരി, ശബരിമല കൊള്ളക്കേസിനകത്ത് അല്ലെ ശബരിമല സ്വർണ്ണക്കടത്ത് കേസിനകത്ത് പ്രമുഖ സ്ഥാനം 1-ാം പ്രതിയായ ആ ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹവും മുഖ്യമന്ത്രിയും ആയിട്ട് വളരെ ചേർന്ന് നിന്ന് രഹസ്യമായി സംസാരിക്കുന്ന ഒരു ചിത്രം ഉണ്ടാക്കുന്നത് തീർച്ചയായും ആക്ഷേപകരമാണ്. തീർച്ചയായിട്ടും അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഏത് രാഷ്ട്രീയ പാർട്ടി വിശ്വസിക്കുന്നയാളും അവരെ ഒരു പൊസിഷനിൽ ഒരു മുഖ്യമന്ത്രിയായി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഭരണഘടനാപരമായ കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. അദ്ദേഹത്തിനെ നമ്മൾ അവഹേളിക്കരുത്. രാഷ്ട്രീയപരമായ ഭിന്നതകളും അഭിപ്രായങ്ങൾ ചിലപ്പം രാഷ്ട്രീയപരമായി വ്യത്യസ്തമായി വ്യത്യസ്തമായി പ്രകടിപ്പിക്കുകയും ചെയ്യും. പക്ഷേ മുഖ്യമന്ത്രി എന്ന ആ പദത്തിലിരിക്കുന്ന ആളെ അവഹേളിക്കാൻ പാടില്ല, അത് മോശമായി ചിത്രീകരിക്കാൻ പാടില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് ഇതുപോലെയുള്ള ഫോട്ടോകൾ പ്രസിദ്ധീകരിക്കാനും പാടില്ല. അതിനകത്ത് സത്യത്തിൻ്റെ കണിക പോലും ഇല്ല എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. അത് തന്നെയല്ല, അടൂർ പ്രകാശ് ഇതുപോലെയുള്ള ഒരു ഫോട്ടോ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അന്നേരം CPMൻ്റെ ജനറൽ സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മുഖേനയുള്ള ഒരു ഫോട്ടോ ആണ്, അതും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. എങ്ങനെയായാലും അതിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഏതായാലും ഇപ്പം ചേവായൂർ പോലീസ് എടുത്തിരിക്കുന്ന കേസ് അത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി അംഗം ചെയ്ത കാര്യങ്ങളാണ്. അത് ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന കുറ്റകരം തന്നെയാണ്. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടാണെങ്കിലും ശരി, അത് ആ മുഖ്യമന്ത്രിയുടെ പോസ്റ്റിനെ അവഹേളിക്കുന്നത് തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ നമ്മുടെ കഥാപാത്രം ഉണ്ണികൃഷ്ണൻ പോറ്റി അത് കാട്ടുകള്ളനാണ്. അത് തന്നെയല്ല, അദ്ദേഹം സ്വർണം കട്ടയാളാണ്, ശബരിമല സ്വർണം കടത്തിയയാളാണ്. അദ്ദേഹത്തിൻ്റെ ഒപ്പം ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയെ ചേർത്ത് വെച്ച് അങ്ങനെ ഒരു ഫോട്ടോ പ്രസിദ്ധീകരിക്കുന്നത് ശരിയല്ല. അത് നടപടി ഉണ്ടാവും. അത് ചേവായൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അത് തീർച്ചയായിട്ടും അറസ്റ്റ് ഉണ്ടാവും. ബെയിലബിൾ സെക്ഷൻ ആണെങ്കിലും
കൃത്യമായ നടപടിയിലോട്ട് ഇങ്ങനെയുള്ള കാര്യത്തിൽ ആരെ ആയാലും ശരി ഇതുപോലെ ആക്ഷേപിക്കുന്നത് ശരിയല്ല. വ്യക്തികളെ ആക്ഷേപിക്കുന്നത് ശരിയല്ല. അതിനകത്തൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഇതുപോലുള്ള പടങ്ങളിടുമ്പം അവർക്ക് എവിടുന്ന് ലഭിച്ചു, അത് തന്നെ ഉണ്ടാക്കിയതാണോ, വലിയവർക്ക് അയച്ചു കൊടുത്തത്, അന്നേരത്തെ ബുദ്ധിയിൽ അവർ അത് ഫേസ്ബുക്കിനകത്ത് ഇട്ട് പ്രചരിപ്പിച്ചതാണോ, ഇങ്ങനെയൊക്കെ നമുക്ക് അടി ധാരാളം കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ കാര്യം വളരെ സൂക്ഷിക്കണം. ഇത് ഫേസ്ബുക്കിലും നമുക്കറിയാം, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലെ പല ഏരിയയിലും നമുക്ക് ഇതുപോലെയുള്ള മോശമായ വാർത്തകൾ, മോശമായ പടങ്ങളൊക്കെ സൃഷ്ടിച്ചിടാനുള്ള സംവിധാനം ഉള്ളതുകൊണ്ട് അതാരും യൂസ് ചെയ്യില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം.